XUV3XO എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം റിവേഴ്സ് ക്യാമറ ഞാൻ ഇട്ടപ്പോൾ ഇവിടെ അതിന്റെ റിവേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ സ്ക്രീൻഷോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ഗാലറിയിൽ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. അത്തരത്തിലാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി കൊടുത്തിട്ടുള്ള ഫീച്ചർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് കാണും. അതേപോലെ തന്നെ ഇതിന്റെ മീറ്റർ കൺസോൾ കണ്ടില്ലേ, നമ്മുടെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ 10.25 തന്നെയാണ് ശരിക്കും ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കേട്ടോ മീറ്റർ കൺസോളിൽ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു ഓപ്ഷൻസിന്റെ ഉള്ളിൽ പോയിട്ട് നാവിഗേഷൻ നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. നാവിഗേഷൻ എടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ എന്റെ മോനെ ഇനിയിപ്പോ ഈ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിൽ പോലും നോക്കണ്ട, ഇതിൽ നോക്കിയിട്ട് നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ കാണാം. ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ട് 7,49,000 മുതൽ 15,4 ലക്ഷം വരെയുള്ള കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഒരു അടിപൊളി വണ്ടിയായിട്ടാണ് എനിക്ക് XUV3XO എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിന് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമാണ് വണ്ടി കാണാൻ. അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഇവിടെ നോക്കിയാൽ